ഈ ഒരൊറ്റ പാട്ടുകൊണ്ട് ഭരിക്കുന്ന പാർട്ടിയുടെയും മുന്നണിയുടെയും ഫ്യൂസ് അടിച്ചു പോയി എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. എന്ത് വിഷയമാണോ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകരുത് എന്നവർ ആഗ്രഹിച്ചത്, ആ വിഷയം നൈസായിട്ട് കേരളം മുഴുവൻ ചർച്ച ചെയ്യിക്കാൻ ഈ ഒരൊറ്റ പാട്ടിലൂടെ കഴിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം മുഖ്യധാരാ ചാനലുകളുടെ സഹായത്തോടു കൂടി അവസാന റൗണ്ടിൽ ആളിക്കത്തിച്ച് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിന്ന് ജനശ്രദ്ധ തിരിക്കാം എന്നുള്ള ഭരിക്കുന്നവരുടെ ചിന്ത അസ്ഥാനത്തായി പോയത്, ആ ചിന്തയ്ക്ക് വെള്ളിടി കിട്ടിയത് ഈ ഒരൊറ്റ പാട്ടിലൂടെയായിരുന്നു. കേരളം മുഴുവൻ തരംഗം തീർത്ത ഈ പാട്ടിന് പിന്നിലുള്ളവരെ ഇപ്പോൾ കേസെടുത്ത് അകത്തിടാനുള്ള നീക്കങ്ങളാണ് സജീവമായിരിക്കുന്നത്. ഈ പാട്ട് യൂട്യൂബും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും അടക്കമുള്ള സകല സോഷ്യൽ മീഡിയ പേജിൽ നിന്നും റിമൂവ് ചെയ്യിക്കുന്നത് വരെ പല വിധത്തിലുള്ള നിയമ പോരാട്ടങ്ങളും നടത്താൻ അവർ തയ്യാറെടുത്തിരിക്കുകയാണ്. അതിൻ്റെ ആദ്യ പടിയായിട്ട് ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു പരാതി കാണിക്കാം. ആ പരാതി എന്ന് പറയുന്നത് ഒരു സംഘടനയുടെ ഭാഗമായിട്ട് നൽകിയിട്ടുള്ള പരാതിയാണ്. ആ പരാതി നൽകിയ ആളുടെ പേര് പ്രസാദ് എന്നാണ്. നോക്കുക, പോറ്റിയെ കേറ്റിയെ സോഷ്യൽ മീഡിയയിൽ നിന്ന് നീക്കണം, പരാതിയിൽ പ്രാഥമിക അന്വേഷണം നടത്തും. ഇതാണ് വാർത്ത. ആ വാർത്തയുടെ വിശദാംശം നോക്കുക. പോറ്റിയെ കേറ്റിയെ എന്ന പാരഡി ഗാനം സോഷ്യൽ മീഡിയയിൽ നിന്ന് നീക്കണമെന്ന് തിരുവാഭരണപാത സംരക്ഷണ സമിതി ജനറൽ സെക്രട്ടറി പ്രസാദ് കുഴിക്കാല അയ്യപ്പസ്വാമിയെ ലോകത്തിന് മുന്നിൽ അവഹേളിക്കുന്ന പാരഡിയാണിതെന്നും അണിയറ പ്രവർത്തകരുടെ ചേതോവികാരം പരിശോധിക്കണമെന്നും പ്രസാദ് കുഴിക്കാല പറഞ്ഞു. അയ്യപ്പ ഭക്തർ ഏറ്റവും ഭക്തിയോടെ കാണുന്ന ഗാനമാണ് പാരഡിക്കായി ഉപയോഗിച്ചത്. പാട്ടിനകത്തും പാരഡി കൊണ്ടുവന്ന് അയ്യപ്പ അയ്യപ്പ എന്ന് പാടുന്നത് ഭക്തർക്ക് വലിയ പ്രയാസമുണ്ടാക്കിയെന്നും പാർലമെൻറ്റിന് പുറത്ത് MP-മാർ ഇത് പാടിയതോടെ പാരഡിക്ക് ആഗോള ശ്രദ്ധ കിട്ടുകയും അയ്യപ്പനെ ലോകത്തിന് മുന്നിൽ അപമാനിക്കുന്നതിന് കാരണമായെന്നും പ്രസാദ് പറഞ്ഞു. ഈ പ്രസാദ് ഉൾപ്പെടെയുള്ള ഈ പാട്ട് കണ്ട് കരയുന്ന ആളുകളോട് ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. ആദ്യത്തെ ചോദ്യം, ഈ സ്വർണ്ണക്കൊള്ള നടന്ന സമയത്ത് നിങ്ങളൊക്കെ എവിടെയായിരുന്നു? സ്വർണ്ണപ്പാളി എന്ന് പറയുന്ന ശബരിമല ശാസ്താവിൻ്റെ അയ്യപ്പൻ്റെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സ്വർണം കൊണ്ടുള്ള വസ്തു അവിടെ നിന്ന് അടിച്ചു മാറ്റി പകരം ചെമ്പ് പൂശി വെച്ചപ്പോൾ ഈ പറഞ്ഞ ആളുകൾക്കൊന്നും ശബരിമല സംരക്ഷിക്കണമെന്നോ അയ്യപ്പൻ്റെ സ്വത്തുക്കൾ കട്ടോണ്ട് പോവുമായിരുന്നെന്നോ ഒന്നും അറിയില്ലായിരുന്നു. നിങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ ശബരിമലയെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കേണ്ടവരല്ലേ? ആദ്യമായിട്ടാണ് ഞാൻ ഈ സംഘടനയുടെ പേരും ഇദ്ദേഹത്തെയും കാണുന്നത്. വേറെ കാര്യം, ചിലപ്പോൾ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടി ഈ പറയുന്ന ഒരു പരാതിയുമായിട്ട് ഈ ഘട്ടത്തിൽ വന്നതുമാകാം, അല്ലെങ്കിൽ ആരെങ്കിലും പിന്നിൽ നിന്ന് സ്ക്രൂ ചെയ്ത് വിട്ടതായിരിക്കാം. ഇനി അല്ല സ്വമേധയാൽ വന്ന എന്തുമായിക്കൊള്ളട്ടെ, ഇങ്ങനെ ഒരാളെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഘടന ഉണ്ടെന്നുള്ള കാര്യവും ഞാനിപ്പോഴാണ് അറിയുന്നത്. അതുപോട്ടെ, ഇപ്പോൾ പറഞ്ഞു വന്നത്, ഈ സ്വർണ്ണക്കൊള്ള നടന്ന സമയത്ത് ഇവരൊക്കെ എവിടെയായിരുന്നു? സ്വർണ്ണക്കൊള്ള നടന്ന സമയത്ത് ആർക്കും കണ്ടെത്താൻ പറ്റിയില്ല. പോട്ടെ, ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് CPM-ൻ്റെ പ്രധാനപ്പെട്ട നേതാവായ പത്മകുമാർ അടക്കമുള്ളവരെ പിടിച്ചപ്പോൾ അതിന് പിന്നിൽ പ്രവർത്തിച്ചവർക്കെതിരെ ഈ സംഘടനക്കാർ ഇതുപോലെ രംഗത്ത് വന്നിരുന്നു. പത്മകുമാറിനെ പോലെയുള്ളവരെ ഭരിക്കുന്ന പാർട്ടിയുടെ പ്രധാനപ്പെട്ട പദവിയിൽ ഇപ്പോഴും ഇരുത്തുന്നത് പാർട്ടി ഭക്തരോട് നടത്തുന്ന വെല്ലുവിളിയാണ് എന്ന നിലയിൽ പാർട്ടിക്കൊരു പരാതി കൊടുക്കാൻ ഇദ്ദേഹത്തിന് സാധിച്ചില്ലേ? അതും ഒരു പ്രധാനപ്പെട്ട വസ്തുതയല്ലേ? ഇപ്പോഴും CPM പത്മകുമാറിനെ പുറത്താക്കിയിട്ടില്ല. അന്വേഷണ റിപ്പോർട്ട് വരട്ടെ, അത് വരട്ടെ, ഇത് വരട്ടെ, കോടതി വിധി വരട്ടെ. മറ്റുള്ളവരുടെ കാര്യത്തിൽ ഒന്നുമില്ലാത്ത ഉത്സാഹമാണ്. മറ്റുള്ളവരുടെ കാര്യത്തിലൊന്നും ഇത് ബാധകമല്ല. സ്വന്തം ആൾക്കാരുടെ കാര്യത്തിൽ മാത്രം ഇതിങ്ങനെയാണ്. കോടതി വിധി വരട്ടെ, അന്വേഷണ റിപ്പോർട്ട് പുറത്തു വരട്ടെ, ഇനി ജില്ലാ കോടതി ശിക്ഷ വിധിച്ചാൽ ഹൈക്കോടതിയിൽ നിന്ന് അടുത്ത വിധി വരട്ടെ, അങ്ങനെ ആൾക്കാരെ സംരക്ഷിക്കും. മറ്റുള്ളവരുടെ കാര്യത്തിലാണെങ്കിൽ ഒരു പരാതിയോ ഒരു വോയിസ് ക്ലിപ്പോ പട്ടിക്കുഞ്ഞിനെ പോലെ ഒരു കരച്ചിലോ കേട്ട് കഴിഞ്ഞാൽ അവൻ പീഡനവീരനായി, അവൻ പ്രശ്നക്കാരനായി, അവൻ കുഴപ്പക്കാരനായി, അവനെ തീർക്കണമെന്നായി. പക്ഷെ സ്വന്തം പാർട്ടിക്കാരുടെ കാര്യത്തിൽ വരുമ്പോൾ സകല വിധിയും വന്നതിന് ശേഷം ആലോചിച്ച് തീരുമാനിച്ച് കണ്ടെത്തും, അല്ലെങ്കിൽ പരിഹരിക്കും എന്ന് പറയും. അതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇതിൽ പറയുന്ന ഈ പ്രസാദ് ഉൾപ്പെടെയുള്ള ആളുകൾ ഈ സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ എന്ത് പ്രതിഷേധമാണ് നടത്തിയത്? സർക്കാരിനെതിരെ ഒരു വരിയെങ്കിലും ഇവർ ശബ്ദിച്ചിരുന്നു? അറിയില്ല. ഇനി മറ്റൊരു കാര്യം ചോദിച്ചോട്ടെ, ഇതിലും വലിയ നാണക്കേട്, അല്ലെങ്കിൽ ഇതിലും വലിയ ഭക്തരുടെ വികാരത്തെ ഹനിക്കുന്ന ഒരു നടപടി ഭരണത്തിലിരിക്കുന്നവർ മുമ്പ് കാണിച്ചിരുന്നു. സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ എന്നൊക്കെ പറഞ്ഞ് യുവതികളെ ശബരിമലയിൽ കൊണ്ടുവന്നു. അത് ഭക്തജനങ്ങൾക്ക് മുഴുവൻ വലിയ വേദനയുണ്ടാക്കിയെന്ന് ഈ ലോകത്തുള്ള സകല അയ്യപ്പ ഭക്തരും ഒരേ സ്വരത്തിൽ പറഞ്ഞതാണ്. അന്ന് അതിനെയൊക്കെ വെല്ലുവിളിച്ച് ഇവിടെ പല മതിലും കെട്ടി ഭക്തരെ മുഴുവൻ ഹനിക്കുന്ന രീതിയിൽ
വല്ലാത്ത രീതിയിലുള്ള പ്രസ്താവനകൾ നടത്തി യുവതികളെ എന്തു വന്നാലും ശബരിമലയിൽ കയറ്റും എന്ന് പറഞ്ഞ് നടന്ന ആളുകളുണ്ട്. അന്ന് ഈ പ്രസാദിനെ പോലുള്ള ആളുകൾക്ക് വേദനയില്ലായിരുന്നു. അന്ന് ഭക്തജനങ്ങളുടെ വിശ്വാസം ഹനിക്കപ്പെട്ടിട്ടില്ലായിരുന്നു. അതിനെക്കുറിച്ചൊക്കെ ചോദിച്ചാൽ ഇവർക്ക് ഉത്തരവില്ല. ഇപ്പോൾ ഒരു പാട്ട് വന്നു എന്നുള്ളതാണ് കുറ്റം. അതും ആ പാട്ട് എഴുതിയ അതിലൊരു വരിയുണ്ട്, അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈ പാട്ട് അണിയറ പ്രവർത്തകരുടെ ചേതോവികാരം പരിശോധിക്കണം. ഇത് വളരെ അപകടകരമായ രീതിയിലേക്ക് ഈ പാട്ടും അതിൻ്റെ അണിയറ പ്രവർത്തകരും ഒക്കെ പോവുകയാണ്. എന്താണെന്നറിയോ, ഈ കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ഒരു വലിയ പ്രചാരണമുണ്ട്. അതൊന്നും ഞാൻ കാണിക്കുന്നില്ല, ഞാൻ പറയാം. അതായത് ഈ പാട്ട് എഴുതിയത് മലപ്പുറത്തുകാരനാണ്, അയാൾ മുസ്ലിം ലീഗിൻ്റെ ആളാണ്, അയാൾ മറ്റൊരു മതക്കാരനാണ്. അപ്പം അതുകൊണ്ട് തന്നെ അയ്യപ്പ വിശ്വാസികളുടെ, ഹൈന്ദവ വിശ്വാസികളുടെ മതവികാരം വ്രണപ്പെടുത്തി കേരളത്തിൽ വലിയ സംഘർഷമുണ്ടാക്കാനുള്ള ശ്രമമാണ് ഈ പാട്ടിന് പിന്നിലെന്ന് പ്രചാരണം സോഷ്യൽ മീഡിയയിൽ സജീവമായിട്ട് പല രൂപത്തിൽ വരുന്നുണ്ട്. അതായത് ഈ പാട്ടിനെ വർഗീയവൽക്കരിച്ച് അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോവുകയാണ്. ഈ കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും ഒക്കെ ആഹ്ലാദ പ്രകടനത്തിൽ മലപ്പുറത്ത് നൂറുകണക്കിന് ആളുകൾ തമ്പടിച്ച് നിൽക്കുന്ന വലിയ ആഘോഷ പ്രകടനത്തിനിടയിൽ ഈ പാട്ട് പ്ലേ ചെയ്തിട്ടുണ്ട്. അവർ നൃത്തം ചവിട്ടിയിട്ടുണ്ട്, അവർ ആഘോഷിച്ചിട്ടുണ്ട്. അവരൊരിക്കലും അയ്യപ്പ വിശ്വാസത്തെ ഹനിക്കുകയോ അല്ലെങ്കിൽ ശാസ്താവിനെ ബഹുമാനിക്കാതിരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അവർ നല്ല സ്പിരിറ്റിലാണ് അത് ചെയ്യുന്നത്. അതിനപ്പുറം ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള നടത്തിയ ആളുകളെ, അവരുടെ ആ വൃത്തികേട് തുറന്നു കാട്ടാൻ അതിലും പറ്റിയൊരു മാർഗം വേറെയുണ്ടോ? അയ്യപ്പസ്വാമിയുടെ പേരിൽ വലിയ സ്വർണ്ണക്കൊള്ള നടന്നിരിക്കുന്നു. ഇനിയും എന്തൊക്കെയോ കൊള്ളകൾ നടന്നിട്ടുണ്ടോയെന്ന് അന്വേഷിക്കണം. ഒരിക്കലും നടക്കാൻ പാടില്ലാത്തൊരു വലിയ കൊള്ള, ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത. കാരണം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് ശബരിമല. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ആ ക്ഷേത്രത്തിൽ പോലും കൊള്ള നടന്നിട്ടുണ്ടെങ്കിൽ മറ്റ് ക്ഷേത്രങ്ങളുടെ അവസ്ഥ എന്തായിരിക്കുമെന്നേ? ദേവസ്വം ബോർഡിന് കീഴിൽ അമൂല്യങ്ങളായ നിധികൾ പോലത്തെ സ്വർണവും മറ്റ് പലതരത്തിലുള്ള നിക്ഷേപങ്ങളുമുള്ള എത്രയെത്ര ക്ഷേത്രങ്ങളുണ്ട്. അവിടെയൊക്കെ ദേവസ്വം ബോർഡ് തന്നെയല്ലേ? അവിടെയൊക്കെ എന്തെങ്കിലും നടന്നിട്ടുണ്ടാകില്ലേ? ആ നിലയിലേക്ക് ചർച്ചകൾ സജീവമാകുമ്പോൾ അതിനെ മുളയിലെ നുള്ളണം. അതിനെന്ത് ചെയ്യണം? ജനങ്ങൾ ഏറ്റവും അധികം സംസാരിക്കുന്ന, ജാതി മത ഭേദമന്യേ കേൾക്കുന്ന ഈ പാട്ട് നിരോധിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ ശ്രമങ്ങൾ നടക്കുന്നത്. എ റഹീം കഴിഞ്ഞ ദിവസം പറഞ്ഞു നോക്കുക. എ റഹീം ഒക്കെ ഇതിനെതിരെ ഭയങ്കരമായ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പോറ്റിയെ കേറ്റിയെ എന്ന അയ്യപ്പ പാട്ടിൻ്റെ പാരഡി ഗാനത്തിലാണ് കോൺഗ്രസ് ഊന്നിയതെന്നും മൈക്ക് അനൗൺസ്മെൻറ്റുകളിൽ പോലും ശരണം വിളി മന്ത്രങ്ങൾ കൊണ്ട് നിറയ്ക്കാൻ ശ്രമിക്കുകയാണെന്നും ഒക്കെ എ റഹീം പറയുകയാണ്. ഇവരുടെ പാർട്ടി നടത്തിയ അല്ലെങ്കിൽ ഇവരുടെ സർക്കാർ നടത്തിയ അയ്യപ്പ സംഗമത്തിൽ സ്വാമിയെ ശരണമയ്യപ്പ എന്ന് മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിച്ച ഒരു സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതെന്തായിരുന്നത്? അങ്ങനെ അയ്യപ്പ സ്വാമിയെ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഒരു പ്രചാരണ മാർഗമാക്കി മാറ്റിയ പല ആളുകളും നമുക്കിടയിലുണ്ട്. അന്നൊന്നും ഉയരാത്ത ശബ്ദം എ റഹീമിന് ഈ പാട്ട് കേട്ട സമയത്തോ പാട്ട് പ്രചരിപ്പിച്ച സമയത്തോ ഒന്നുമില്ലായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പോൾ ഈ പാട്ടാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് തിരിച്ചറിഞ്ഞപ്പോഴാണ് ഇപ്പോൾ എല്ലാവരും ഈ പാട്ടിനെതിരെ രംഗത്ത് വരുന്നത്. ഇതിനൊരു വർഗീയ ആയുധമായി പോലും ഉപയോഗിക്കാനുള്ള നീക്കങ്ങൾ അണിയറയിൽ നടക്കുകയാണ്. മലപ്പുറത്തെയും മുസ്ലിങ്ങളെയും ഒക്കെ അടച്ചാക്ഷേപിച്ച വെള്ളാപ്പള്ളിയെ ഒക്കെ തിരുത്തി അയ്യപ്പ സംഗമം നടത്തിയപ്പോൾ ഇവർക്ക് ആർക്കും ഒരു കുഴപ്പമില്ലായിരുന്നു. അതും കൂടി ആലോചിക്കണം. എന്നിട്ടിപ്പോൾ ഈ പാട്ട് പാടിയവരും ഈ പാട്ട് എഴുതിയവരും ഒക്കെ കുരുക്കിലാകുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. DGPക്ക് പരാതി കൊടുത്തത് ADGPക്ക് കൈമാറി, ആവശ്യമെങ്കിൽ കേസെടുക്കുമെന്നാണ് പറയുന്നത്. ഇനി ഏതെങ്കിലും ചില ആളുകൾ ഞങ്ങൾ അയ്യപ്പ ഭക്തരാണ്, ഹിന്ദുവിൻ്റെ വികാരം വ്രണപ്പെടുത്തിയ ആളുകളാണ് ഇതിന് പിന്നിൽ മത അജണ്ടയുണ്ടെന്നൊക്കെ പറഞ്ഞൊരു പരാതി കൊടുത്താൽ കേസ് വേറെ വഴിക്ക് പോവും. പിന്നത് വർഗീയത, മതവികാരം വ്രണപ്പെടുത്തി എന്നതടക്കം ഗുരുതര വകുപ്പുകൾ ചുമത്തി ചിലപ്പോൾ ജാമ്യമില്ലാത്ത വകുപ്പിൽ ആളുകളെ പിടിച്ച് അകത്തിടുന്ന കാലം വരും. പറയാൻ പറ്റില്ല. നിശബ്ദമാക്കുക എല്ലാവരെയും എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഇത്രയും നാൾ ഈ പാട്ട് കേൾക്കുന്ന സമയത്ത്, പ്രചരിപ്പിക്കുന്ന സമയത്ത് ഒരു കുഴപ്പവും ആർക്കുമില്ലായിരുന്നു. തെരഞ്ഞെടുപ്പ് അനന്തരം തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം തിരിച്ചടി കിട്ടിയത് ഈ പാട്ട് കൊണ്ടാണെന്ന് മനസ്സിലായപ്പോൾ സകലതിനെയും പിടിച്ചകത്തിടുക, എല്ലാം നിരോധിക്കുക, എല്ലാം നിശബ്ദമാക്കുക എന്ന നിലയിലേക്ക്, കടുത്ത നിലയിലേക്ക് കാര്യങ്ങൾ മാറുന്നതിൻ്റെ സൂചനയാണ്, പ്രാരംഭഘട്ടമാണ് ഇപ്പോൾ നടക്കുന്നത് എന്നാണ് ഞാൻ വിലയിരുത്തുന്നത്.